ചാനൽ ഇന്ന് ഞാൻ എന്താ ഹാർഡ് കോർ വേൾഡ് ആണ് കളിക്കുന്നത്. ഹാർഡ് കോർ അല്ല, സോറി പറഞ്ഞപ്പോൾ പോയി. വൺ ബ്ലോക്ക് നമ്മള് ബുക്ക് വായിക്കണ പാർട്ടിക്കാരനല്ലേ? വായിച്ചേക്കല്ലേ വായിക്കണേ എന്തിലാട്ടാ വായിക്കണേ തെറ്റൊന്നുമില്ല. ഈ ബുക്കും കൂടെ കൈയെടുത്തേക്കാം, അതായിരിക്കും നല്ലത്. എനിക്ക് ഈ ബുക്ക് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് കൃത്യം അറിയാം. വേണ്ട അങ്ങനെ കളയില് എടാ പൊട്ട ബുക്ക് കളയില്ല. നമുക്ക് അത്യാവശ്യം ഇത് റിസോഴ്സ് ഒക്കെ വേണ്ടേ? അല്ല കുറച്ച് ബുദ്ധിയെങ്കിലും വേണ്ടല്ലേ? നമുക്ക് തൽക്കാലം ബുക്ക് സോ നമ്മൾ ഓക്കെ. എത്ര ബയോ പ്രോഗ്രസിന്റെ ബാറൊക്കെ ഉണ്ട്. താഴത്തോട്ട് പോകെ ഇരിക്കാൻ കുറച്ച് പ്ലേസ് ഒക്കെ ഡൊമൈൻ എക്സ്പാൻഷൻ കണ്ടില്ല. സോ ഇത് അടിപൊളി. സോ നമ്മൾ ബ്ലോക്ക് കട്ട് ചെയ്യുന്നതോറും റാൻഡം ചാൻസിന്റെ ഐറ്റം കൂടിക്കൊണ്ടിരിക്കും. പിന്നെ വേറെ റാൻഡം ചാൻസ് സാധനം എല്ലാം വന്നുകൊണ്ടിരിക്കും. ഫൈനലി കുറച്ച് യൂസ് എൻ്റെ അനിയനേക്കാൾ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കിട്ടിയില്ല. നീ ഇതുണ്ടാക്കുക. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി വെച്ചേക്ക്. പിന്നൊന്നും ഉണ്ടാക്കണ്ടെന്നാ ഞാൻ പറയുന്നത്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചേക്കാം. അത് വേണ്ട പറ്റത്തില്ല. എടുക്കണം. ഞങ്ങൾക്കൊരു സ്റ്റിക്ക് ഉണ്ടാക്കാം. ഇനി ഒരു പിക്കാക്സ് ഉണ്ടാക്കുക. പിക്കാക്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി ഞാൻ പറയുന്നത്. അത്രയെല്ലാം ഉണ്ടാക്കുള്ളൂ. സോ ഗൈസ്, പിന്നെ ഞങ്ങൾ രണ്ടുപേരിൽ ആർക്ക് ഏറ്റവും കൂടുതൽ മൈൻക്രാഫ്റ്റ് നോളജ് ഉള്ളതെന്നും കൂടെ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞങ്ങൾക്ക് ഒന്നറിയട്ടെ. എന്ത് ബ്രെയിൻ റോട്ടാണെന്ന് പറയൂല. വേറെ വല്ലതും കിട്ടിയേ? ആ സീഡൊന്നും കൊണ്ട് കളഞ്ഞേക്കല്ലേ? ആവശ്യമുള്ള ആ പിക്കാക്സ് കൊണ്ട് പൊട്ടിക്കളാ. ഒരു ദിനം അത് ഈ പിക്കാക്സ് വെച്ച് പൊട്ടിക്കില്ലേ? ഇവിടെ കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം. സ്റ്റോൺ പിക്കാക്സ് പോലെ ഗ്രോക്സിന്റെ ഡയലോഗ് സത്യം. ഒരു സെക്കൻഡ്, നമുക്കിത് സ്പെല്ലിങ്ങിന് യൂസ് ചെയ്താലോ? അത് പറഞ്ഞുതരാ. എല്ലാ സ്റ്റോൺ പിക്കാക്സ് പൊട്ടിക്ക്. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് അയൺ കിട്ടി. ഉണ്ണിയുടെ കുറച്ച് മുട്ട കിട്ടി. പിന്നെ അല്ല ആരും അറിഞ്ഞു? ഞാൻ അറിഞ്ഞില്ല നീ സ്കൂളിൽ മുട്ടയുള്ള കാര്യം. പിന്നെ അവിടുത്തെ എക്സ്പാൻഡേഷൻ കഴിഞ്ഞ് ഗൈസ് ഇവന് ഓറ കുറവാണ് ഗൈസ്, നെഗറ്റീവ് ഓറ. പിന്നെ നീ എന്തിനാ പൊട്ട പശു ബക്കറ്റായിരുന്നു അത്. നമുക്ക് യൂസ്ഫുൾ ആണ്. നീ ഡബിൾ ലെയർ വെക്ക്. ലാവ തന്നെയല്ലേ? അതെ
കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം. ആ വാട്ടർ സോഴ്സ് തൽക്കാലം പിക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്താ? അല്ലെങ്കിൽ ആക്സിഡന്റ് അതിനെയും കൂടെ ബ്ലോക്ക് ചെയ്തോളയും. ലാബ്സ് ലവ്സൂലിയല്ലേ? ബ്രെഡുമായോ ഒരു ബ്രോ 36 ഞാൻ ടെലിപ്പോർട്ടായ ഒന്നും കൂടെ അങ്ങനെ അടിക്കല്ലേ. തോന്നല്ല അങ്ങനെ ഒന്നും കൂടെ അടിക്കണം. നല്ല ഐഡിയ ആണ് ഗൈസ്. ഓ നമ്മൾ ഇപ്പോഴാ ശ്രദ്ധിക്കണടാ ഉണ്ണി. നമ്മുടെ സൈഡിൽ ഒരു ബാർ കണ്ട, ബ്ലോക്ക് മൈനിങ് എന്നും പറഞ്ഞിട്ട് പിന്നെ മണി എന്നും പറഞ്ഞിട്ട്. ചളി അടിക്കല്ലേ. ക്വിറ്റ് യാപ്പിംഗ്. സോ ബ്ലോക്ക് മൈനിങ് എന്തോറും നമ്മുടെ പൈസ കൂടിക്കൊണ്ടിരിക്കും. പൈസ വെച്ചിട്ട് നമുക്ക് കുറെ സാധനം വാങ്ങിക്കാൻ പറ്റും. ആളിവിടെ വരുമെന്നൊക്കെ ഞാൻ കേട്ടത്. എക്സ്പാൻഡിങ് ടൈം. ഓക്കേ, ഇവൻ എങ്ങനെയാണെന്ന് അറിയില്ല. ബ്ലോക്ക് അവിടെയൊക്കെ വെക്കും. ഇവന് അത്ര വലിയ നെഗറ്റീവ് ഓറയാ അത്. ഇവന്റെ നെഗറ്റീവ് ഓറയുടെ പവർ കാരണം കൊണ്ടല്ല, ബ്ലോക്ക് വരെ ഞാൻ ചളിയല്ല ഉള്ള കാര്യം പറയണം. സച്ചിന് വരെ അറിയാത്. ഞാൻ പെട്ടെന്ന് ലാവാന്ന് വിചാരിച്ചു. ഈ ഒരു ഫർണാസ് ഉണ്ടാകണം നല്ലതാണ് ഞാൻ പറയുന്നത്. ബ്രോ ഫർണാസ് ഉണ്ടാക്കുന്നില്ലേ? ഒരു ഹോയും കൂടെ ഉണ്ടാക്കിയേക്ക്. എടാ പൊട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നീ മണ്ടത്തര കാണിച്ചേ. നീ 2 ഡെർട്ട് ബ്ലോക്ക് എങ്ങനെയെങ്കിലും എടുക്കണം. അല്ല 2 അല്ല, ഒരു 6 എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തുവാന്ന് സംഭവം. ഒരു അയൺ പിക്ക് ഉണ്ടാക്കാം. അതിന് സീൻ സീൻ. സോ പ്രോഗ്രസ് നല്ലപോലെ കൂടിയിട്ടുണ്ട്. അത്ര വീടായിട്ടുള്ള ലൂട്ട്. ഒരു സെന്റ് നമ്മുടെ ലക്ക് പരീക്ഷിക്കാം. ഈ മുട്ടയിന്ന് ഇത് വിരിഞ്ഞ ലക്കുണ്ട്. 5 മുട്ടയിന്ന് ഏതെങ്കിലും ഒരെണ്ണം വിരിഞ്ഞാൽ മതി. ഇല്ല, വിരിഞ്ഞില്ല. 4ാമത്തെ 2 ഒന്നിച്ചിരിഞ്ഞ. ബാക്കിയുള്ള അറിഞ്ഞോക്കില്ല. 25% ചാൻസ് എങ്ങാണ്ടേ ഉള്ളത്. അതിനെ ഫീഡ് ചെയ്യും. എന്നിട്ട് ഇനി എന്തിനാന്ന് അറിയാവാ, വേറെ കുറച്ച് പമ്പിന് സീഡ് അതിന് ഫീഡ് ചെയ്യുന്ന എനിക്ക് തോന്നില്ല. കേൾക്കുന്നുണ്ട്. ഇനി ആ ചിക്കനെയും കൂടെ ഇതാക്കല്ലേ, താഴത്ത് വീഴ്ത്തല്ലേ. എന്നിട്ട് നീ തള്ളി എത്താൻ നേരത്തെ നീ പറഞ്ഞായിരുന്നു അവസാനം. അയ്യോ, ഈ മൈൻക്രാഫ്റ്റിൽ എനിക്ക് എപ്പോഴും ഒരു സാധനം ഉണ്ടാക്കണമെന്നുണ്ട്. ഒരു സെന്റ്
the power. Flint and steel. പിന്നെ റോസ്റ്റ് ചെയ്യണം. No, absolutely ഞാൻ ഇതിനാ പാവത്തിനെ റോസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ സ്ഥാനത്ത് എൻ്റെ അനിയനാണായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ കത്തിച്ചേനും. ഐ മീൻ അവൻ പാവമൊന്നുമല്ല, അവനൊരു സൈക്കോപാത്താ. പംകിൻ സീഡ് സീഡ് വെക്കണ്ടേ പിന്നെ എടുക്കാം. ഇത്രയും മതി, കുറച്ചുകൂടി പംകിൻ പൈ എങ്ങനെ കിട്ടുന്നു? അതിന് എന്താ മുട്ടയും ഷുഗറും കൂടെ കാണാം. എനിക്കറിയത്തില്ല അതൊക്കെ ഉണ്ടാക്കാൻ, ഞാൻ ഉണ്ടാക്കിയിട്ട് പോലും ഇല്ല. എന്ത് സാധനം? ഡൈ. എന്താ ഇതുവരെ ഡൈനെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഇനി കണ്ടിന്യൂ ടു മൈൻ. ലെറ്റ്സ് ഗോ ബ്രദർ. ആപ്പിൾ എൻചാൻമെന്റ് ബുക്ക്. ബ്രീച്ച് ലോർ നോക്ക് ബാക്ക്. അതൊരു ട്രാഷ് ബുക്കാന്ന് എനിക്ക് പറയാനുള്ളത്. അതെല്ലാം കൂടെ എങ്ങനെ ഒരെണ്ണത്തെ ആഡ് ചെയ്യും? ഐ മീൻ ബ്രീച്ച് മെയ്സ് അപ്പൊ ഒരു സെന്റ് നമുക്ക് സോഡിന് ആഡ് ചെയ്താലേ പക്ഷെ എക്സ്പി വേണം. അത് ഫ്യൂൽ ആവണ വരെ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് മൈനിങ് കണ്ടിന്യൂ ചെയ്യും. അല്ല ഒരു കോല ഒന്നും വെക്കണ്ട. നീ എന്തിനാന്ന് വെച്ചത് അടുത്ത സാധനങ്ങൾ വെക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇതെല്ലാം യൂസ്ലെസ് ആയതുകൊണ്ടാ. ഈ സ്റ്റോൺ പിക്കാക്സ് വെച്ച് മൈനിങ് അതായിരിക്കും നല്ലേ. ഇല്ല ഭയങ്കര ഫെയർ അതൊക്കെ തന്നെയാണ്. പിക്കാക്സ് കൊടുക്കും. നമ്മൾ എന്തോ ചെണ്ടോ അതിനൊന്നും കെയർ ചെയ്തില്ല. അത് അച്ഛനാണോ അമ്മയാണോ എന്ന് എനിക്കറിയില്ല. അവന്റെ കൊച്ചിനാണ് അച്ഛൻ അമ്മ കുട്ടി. മറ്റേ വാഴയിലല്ലേ നമ്മുടെ പ്രേമ. ഒരെണ്ണം ചത്താടെ. എന്ത് ചത്താന്ന്? ഒരു ചിക്കൻ കൂടി ഉണ്ടായിരുന്നല്ലോ കുഞ്ഞ്. അത് ഇരിക്കുന്നു. ഒരെണ്ണം ചത്തൊന്നു. എനിക്കിന്റെ ഷീപ്പ് വേണം ആറ്റത്തുനിന്ന്. നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഉണ്ണി നിങ്ങൾ അതുപോലെ തട്ടും. ഉണ്ണി ഒരു ക്രൂരനെ. അതെ എക്സ്പാൻഡ് ചെയ്തല്ലേ. യെസ് കുറച്ച് ഡൊമൈൻ എക്സ്പാൻഷൻ കാണിക്കും. ഡൊമൈൻ എക്സ്പാൻഷൻ. Let's go. No. Iron pickaxe. ഇനി എന്ത് യൂസ്ലെസ് ടൂൾ വെക്കും? ഇനിയാണ് ഒരു കോലി വെക്കേണ്ട സമയം. പക്ഷേ ഇവന്റെ നെഗറ്റീവ് പറഞ്ഞ ഒരു കോഴി താഴ്ത്തിക്കൊണ്ട കാര്യം എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അത് തനിയൊന്നും വീണയല്ല, ഞാൻ ഒന്നും ചെയ്തില്ല. അല്ല അപ്പൊ പിന്നെ കൗവിനടിച്ചു പോന്നയാ. എക്സ്പീരിയൻസ്. ഒരു അഡൽട്ട് ചിക്കനും കൂടെ വന്ന അടിപൊളി സൂപ്പർ. ഫ്രണ്ടിൽ നിന്ന് മാറി പ്ലീസ് എന്തെങ്കിലും നല്ലതാണ്. കൊള്ളാലോ. ഹോവ ചടിച്ചാൽ മാത്രം കുറച്ച് വെറൈറ്റി സാധനം കിട്ടും.
നീ ഇപ്പൊ തന്നെ ഒരു ജസ്റ്റ് ഉണ്ടാക്കാൻ നല്ലായിരിക്കും തോന്നുന്നു. ഒരു ജസ്റ്റ് നമുക്ക് 2 ജസ്റ്റ് ഉണ്ടാക്കാം. എനിക്ക് ഇതിന്റെ ക്രാഫ്റ്റിംഗ് റെസിപ്പി വെച്ച് ഉണ്ടാക്കാൻ കഴിയില്ലെന്നല്ല കേസ് അറിയത്തില്ല. അപ്പൊ ട്രാപ്ഡ് ജസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്ന? ട്രാപ്ഡ് ജസ്റ്റ് എങ്ങനെയായിരിക്കും അപ്പൊ ഉണ്ടാക്കുന്നത്? ഇത് ട്രാപ്ഡ് കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അകത്ത് വെക്കാം. ഇത് നട്ടാലോ? ഒരെണ്ണം നടാ. എവിടെ നടണമെന്ന് ഞാൻ പറയാം കേട്ടല്ലേ. നമുക്ക് ആ കോർണറിൽ നടണം. ഇവിടെ നട്ടാലോ? പിന്നെ കുറച്ച് കൂടി സാധനങ്ങൾ അതിൻ്റെ അകത്ത് വെച്ചേക്കാം. കോള് ഇത് നീ ആ വാട്ടർ ഇപ്പൊ തന്നെ എടുക്കണം നല്ലായിരിക്കും തോന്നുന്നു. വാട്ടറാ? അതെ. അപ്പം എങ്ങനെ താഴെ പോയാൽ ബക്കറ്റ് എൻ്റെ ഹങ്കർ എന്താ താഴത്തോട്ട് പോകാത്ത? അതാണ് ഞാൻ ആലോചിക്കുന്നത്. സ്മെൽറ്റിങ് നോക്കാം. ഒരു കോലെടുക്കട്ടെ. കോലിൻ്റെ ആവശ്യമില്ല. ഇനി കോലൊക്കെ അതിന് ഭയങ്കര ഓവറാ. എന്ത് വെക്കും? ഒരു പീസ് ഓഫ് വുഡ് അതത്ര തന്നെ മതി. കൊന്നാലോ? Let them cook. സോ എല്ലാ 750 ബ്ലോക്ക് ഞാൻ ആ ബുക്ക് വായിച്ചപ്പോൾ എല്ലാ 750 ബ്ലോക്കിന് ഒരു എന്താണ്ട് അടുത്തൊരു ലെവൽ മീറ്റർ കിട്ടുമെന്നാണ് പറയുന്നത്. നീ മറ്റേ കൊച്ചു കോഴിക്ക് കുറച്ച് സീഡ് കൊടുത്ത് പമ്പിൻ വെച്ചിട്ട് സീഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പോട്ടെ അതിനല്ല കൊച്ചു കോഴിക്ക് ഇത്രേ ഉള്ളൂ. ഇനി എന്തെന്ന് അറിയാവാ? ഞാൻ നോക്കുന്നില്ല, എനിക്ക് ഇഷ്ടമല്ല. കഴിഞ്ഞ യെസ് ഒരു എക്സ്പീരിയൻസ്. കുഞ്ഞെന്താ ചത്ത? സ്വന്തം കുഞ്ഞിനെ കൊലക്കെടുത്തേക്കണ വൃത്തിയായിട്ടവന്മാര്. ഒന്നും കൂടെ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് നട്ടാലോ? ഇത്ര മതി. ചിക്കൻ നമ്മൾ കണ്ടി വരും. ഇതാണ് അതിന്റെ കൊച്ച്. യെസ് ലക്ക് ലക്ക് ലക്ക്. മാങ്ങാത്തോടി ഉണ്ടായില്ല. ഇപ്പൊ തന്നെ മുട്ട കിട്ടണം. അടുത്ത മുട്ടയാണോ? Diamonds. Wow. Sugar cane dirt. Wow. They are just useless just like my little bro.
കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇത് മതിയാവും തോന്നുന്നു. ഓൾമോസ്റ്റ് ബ്രേക്ക് ആകാറായി. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് യൂസ് ചെയ്യാം. 5 4 3 2 ഷേഡേ 2 സെക്കൻഡ് കുറച്ച് പറയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിച്ച സാധനം അത് ചെയ്യ്. ഡയമണ്ട് സ്റ്റീൽ. എന്തിന്? നമുക്ക് ഒരു ബാർബിക്ക് ഒരു ചെറിയ ആ സ്റ്റീൽ എടുത്ത് ഫൈനലി ഉണ്ണി. Then how do you two feel? വേണ്ട, നമുക്ക് കോഴി ഫാം ഉണ്ടാക്കാം. കോഴി ഫാമാ? കൂട്ടത്തിൽ എൻ്റെ അനിയനെ ഇട്ടേക്കാം. പൂവൻ കോഴി ഞാൻ ആലോചിക്കായിരുന്നു കോഴി ഫാമിൽ പോയി. അയൺ ബൂട്ട്സ്, ലെറ്റ്സ് ഗോ. ഇനി വേറെ വല്ല ഉണ്ടാക്കാൻ പറ്റും. അയൺ ഹെൽമെറ്റ്, ലെറ്റ്സ് ഗോ. എന്തുവാ സ്റ്റിക്കും അതെ. ഇല്ല, നമുക്ക് നമ്മളുടെ അതിനെ മൈൻഡ് ചെയ്യണ്ട. എന്തുവാ എടാ, നിനക്ക് ഉണ്ടാക്കാറിയത്തില്ലേ ബോട്ടെ? പ്ലാൻസ് വേണോന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇവിടെയൊക്കെയല്ലേ കുറച്ച് കോഴി ഫാം. വേണ്ട, ഇപ്പൊ വേണ്ട, അല്ലാണ്ട് ഇപ്പൊ തന്നെ വെച്ചേക്കാം. ഇപ്പൊ ചെയ്യല്ലേ. ഒരു ബ്ലോക്ക് ഇതില് ഇതിങ്ങനെ 1 2. അയ്യോ, അതല്ല ഉദ്ദേശിച്ച്. ഒന്ന് കട്ട് ചെയ്ത് ഒരെണ്ണം കട്ട് ചെയ്യാനാ ഞാൻ പറഞ്ഞത്. ഒരു ബ്ലോക്കിന്റെ ഇതിലാ ഇതിന്റെ അകത്തോട്ട് ഞാൻ എങ്ങനെ കേറ്റും? എനിക്ക് ഐഡിയ ഉണ്ട്. മറ്റേ തുറക്കുന്ന സാധനം അല്ല, നീ എന്തിനാ അറിയാം? നീ ഈ സാധനം ആദ്യം കട്ട് ചെയ്യണം. അതിന് ഇതിലെ വഴിയാണല്ലോ ചിക്കൻസ് കയറുന്നത്. ഇനി എന്തിനാന്ന് വെച്ചാൽ അതിന്റെ പുറകിൽ കുറച്ച് ബ്ലോക്ക് വെച്ച് എന്നിട്ട് സ്റ്റാക്ക് ചെയ്യാം ബ്ലോക്ക് വെച്ചിട്ട്. നിന്നെ അത്ര മതി. നീ അതിനെല്ലാത്തിനെയും കൂടെ വിളിക്ക്. സ്മാർട്ടാണല്ലോ കോഴിക്കൊച്ചുങ്ങള്. അതിനെ തള്ളിയുടെ വൃത്തിയോടെ നീ ആദ്യം അതിനെ ഇങ്ങോട്ടേക്ക് വിളി. അത്രേ ഉള്ളൂ. അത്ര മതി. ഇനി ആ ടെക്ക് ട്രൈ ചെയ്യ്. ഇനി എന്തിനാണെന്നറിയാം, ഇത്തവണ നീ എവിടെ സ്റ്റാക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാം. ആ ബ്ലോക്കും കൂടെ കട്ട് ചെയ്യ്. അല്ല, അവിടെ തന്നെ. എന്താ ഇങ്ങനെ? ഓക്കെ,
കയറിയിരി. എനിക്കൊരു ഐഡിയ ഉണ്ട്. നീ ഈ ഫെൻസ് കുറച്ചും കൂടെ വലുതാക്കാനാ തോന്നുന്നു. എനിക്ക് പറയാനുള്ളത് നീ ഈ ഫെൻസ് കുറച്ചും കൂടെ വലുതാക്കാനാ. ഇങ്ങോട്ട് വാ. ഫെൻസ് വലുതാക്കണം. ഇവിടെ പൊട്ട കട്ട് ചെയ്യാനല്ല, ഇത്രയും കൂടെ ഇങ്ങോട്ടേക്ക് കൂട്ടെ. ആ ഇന്ന് കണ്ട എനിക്ക് ഓറയുണ്ട്. എനിക്കല്ല, കോഴിക്ക് ഓറയുള്ളൂ. ഇല്ല, ഇങ്ങോട്ട് വാ. ഇനി ഇങ്ങോട്ട് വാ. കുറച്ചുകൂടി എടുത്തോട്ടോ. നീ ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കുക തൽക്കാലം. നമുക്ക് ക്ലാസിക് ടെക്നിക്ക് തന്നെ ഉപയോഗിക്കാം. ഫെൻസ് ഗേറ്റ് എങ്ങനെയാ? എൻ്റെ പ്ലാൻ ഇല്ല. കഴുത എല്ലാം കൂടെ തീർത്തും തോന്നില്ല. സ്റ്റിക്ക് വേണമല്ലേ? അപ്പം നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം. ഇപ്പോൾ പറ്റിയായിരിക്കുമല്ലോ. അയ്യോ, ഞാൻ മനസ്സിലായില്ല. ഇപ്പോൾ സബോട്ടാജ് ആവാണ്ടില്ലായിരുന്നു. എനിക്ക് പഴയ ടെക്നിക്ക് യൂസ് ചെയ്തത് വർക്ക് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. എടുക്കും. എനിക്കൊരു ഐഡിയ ഉണ്ട്, പക്ഷേ അല്ല, ഇങ്ങോട്ട് ഇനി ഫെൻസ് ഒരു ബ്ലോക്കും കൂടെ വലുതാക്കണം. എൻ്റെ പൊന്നട ബുദ്ധിമാന, നീ എന്തിനാന്നറിയാതെ. ഒന്ന് പിന്നെ ഒരെണ്ണം കൂടെ, പിന്നല്ലാതെ ഇവിടെ പിന്നെ എന്തിനാന്ന് വെച്ചാൽ പിന്നെ ആ സൈഡിൽ ഒരെണ്ണം വെച്ചിടാൻ വരികൾക്ക്, അല്ലെങ്കിൽ അവറ്റകൾ ചാടിപ്പോവും. ഇനി സീഡ് വെച്ച എല്ലാത്തിനെയും വിളി. എടാ മണ്ട, നീ എന്തിനാ ആ പൊട്ടത്തരം കാണിക്കുന്ന? കിഴങ്ങനെ ഈ എൻ്റെ അനിയൻ ഇതെന്നറിയാ ചാടിപ്പോയിട്ട് എൻ്റെ ഹീറോനെ അടുത്തോട്ട് എന്താടെ ഓടിക്കളിക്കുന്നു? പ്രൊഫഷണലിന്റെ സ്ഥലം തന്നെ വേറെ പിന്നെയാണ് ഞാനിപ്പോതാണ് ഇങ്ങോട്ടെല്ലാം പോയ. ഞാൻ ഇന്ന് ഇതിനെ ഇതാക്കിയിട്ടുള്ളൂ. ഇങ്ങോട്ട് വലുതാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ല, നീ ആദ്യം ഫെൻസ് ഗേറ്റ് വെക്കണം. എന്ത് ഈ ചെറിയ വാഴ? എടാ കൊച്ചേർക്ക, നീയാ ഇവിടത്തെ കൊച്ചേർക്ക, നീ ആദ്യം ഇവിടെ ഫെൻസ് വെച്ചേ. ഫെൻസ് ഗേറ്റ് ഇവിടെ. ഇനി എന്താണെന്ന് വെച്ചാൽ തുറക്കണം. ഇനി എല്ലാത്തിനും കൂടെ ലീഡ് ചെയ്യണം. ഗേറ്റിന്റെ അടുത്ത് നിങ്ങളെ പോലത്തെ കുഞ്ഞു പിള്ളേരൊന്നും വരാൻ പാടില്ല. കോഴിക്കൂട്ടി ഇപ്പൊ ഒരു കോഴിയാണ് ഇരിക്കുന്നു. വരല്, ഞാൻ ഇതിനെ കൊല്ലും കേട്ടോ. പറഞ്ഞേ കൊല്ലട്ടെ. ആൻഡ് ഇതിലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ മൈൻക്രാഫ്റ്റിൽ കാണിച്ചത്. അല്ലല്ല, ഇപ്പൊ ചെയ്യണ്ട.
വലിയ ലെവലല്ലേ. നീ എന്തിനാണെന്നറിയാം, നീ അത് അവിടെ തന്നെ ഇരിക്കട്ടെ, എനിക്ക് അത്രയല്ലേ ഉള്ളൂ. ഇല്ല, ഞാൻ എൻ്റെ ഫാമിലി ഫുള്ള് കത്തിച്ചു. ബാക്ക് ടു മൈനിങ്. ഇതുകൊണ്ട് മൈൻ ചെയ്യേണ്ടി വരുമല്ലേ. ഓക്കെ, ഞാൻ പാർട്ട് 2 ഇടാം ഗൈസ്. Like and subscribe for more.